കേരളീയ ദർശൻ ടി വി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണാടിയിലൂടെ എന്ന പരിപാടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ബഹുമാന്യ പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു. കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് തന്നെ ആദ്യം പറഞ്ഞാൽ അത് കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ ലോക്സഭ അംഗം ശ്രീ ശശി തരൂരിന്റെ ഒരു ലേഖനം, ഒരു ഇംഗ്ലീഷ് ലേഖനം, ആ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യവുമായി കോൺഗ്രസിനകത്ത് ഭിന്നതകൾ ഉടലെടുത്തിരിക്കുന്നു. കേരളം വ്യാവസായിക രംഗത്ത് വളരെ മുന്നോട്ട് പോയി യുവജനങ്ങളുടെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം ഉണ്ടാവുന്ന നിലയിലേക്ക് അത് മുന്നോട്ട് കുതിച്ചിരിക്കുന്നു. അഭ്യസ്തവിദ്യരായ യുവജനങ്ങൾ യൂറോപ്യൻ രാഷ്ട്രങ്ങളിലേക്കും അതുപോലുള്ള വിദേശ രാഷ്ട്രങ്ങളിലേക്ക് പോകുന്നത് തടയുന്നതിന് ഇത് ഉപകരിക്കും എന്ന നിലയിലാണ് ശശി തരൂരിന്റെ ലേഖനത്തിലെ ഉള്ളടക്കം. അങ്ങനെ ഒരു ലേഖനം ശശി തരൂർ എഴുതാനുണ്ടായ സാഹചര്യം, അദ്ദേഹം അത് ചില കണക്കുകൾ ഉച്ചരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം വെറുതെ അങ്ങ് എഴുതിയതാണെന്ന് പറയാനാവില്ല. മാത്രമല്ല, ലോക പരിജ്ഞാനമുള്ള, വിവിധ വിഷയങ്ങളിൽ പരിജ്ഞാനമുള്ള അദ്ദേഹത്തിന്റെ ലേഖനം കണ്ണുമുടച്ച് തള്ളിക്കളയാൻ ആർക്കുമാവില്ല. ആ തള്ളിക്കളയാനാവുന്നത് കോൺഗ്രസ്സുകാർക്ക് മാത്രമാണ്, അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർക്ക്. അത് എന്തുകൊണ്ടോ ആ ലേഖനത്തെ തള്ളിക്കൊണ്ടാണ് കോൺഗ്രസിന്റെ ചില നേതാക്കൾ പത്രപ്രസ്താവനകൾ നടത്തിയത്. അതിന്റെ ഫലമായി കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിൽ നിന്നും ശശി തരൂരിനെ വിളിപ്പിക്കുകയും അതൊരു അനുനയ സംഭാഷണത്തിലൂടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തിരിക്കുന്നു. അത് ശ്രീമതി സോണിയാഗാന്ധിയുടെ വീട്ടിലാണ് ആ സംഭാഷണം ആ ചർച്ച നടന്നത്. ആ ചർച്ചയിൽ പങ്കെടുത്തത് വെറും 2 പേർ മാത്രമാണ്. അത് രാഹുൽ ഗാന്ധിയും ശശി തരൂരും. അതോടുകൂടി അദ്ദേഹം ലേഖനത്തിൽ അടിവരയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ നിന്നൊന്നും അദ്ദേഹം പിന്നോട്ട് പോയിട്ടില്ല. എന്നാൽ കോൺഗ്രസിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ ഇനി ചെയ്യില്ല, കോൺഗ്രസുമായി എല്ലാ കാര്യത്തിലും സഹകരിച്ചു പോകും, കോൺഗ്രസിന്റെ പരിപാടികളുമായി സഹകരിച്ച് മുന്നോട്ട് പോകുമെന്നാണ് അദ്ദേഹം ഉറപ്പ് നൽകിയിരിക്കുന്നത്. അതേ ചെയ്യാൻ കഴിയൂ. കാരണം ലേഖനം പിൻവലിക്കാനോ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ തള്ളിക്കളയാനോ തള്ളിപ്പറയാനോ അദ്ദേഹത്തിനാവില്ല. അത് അദ്ദേഹത്തിന്റെ നിലവിലുള്ള അംഗീകാരത്തെ ഇല്ലാതെയാണ്. അതുകൊണ്ടാണ് ഈ ഒരു സമീപനം ശശി തരൂരും അതിനോട് കോൺഗ്രസും വഴങ്ങുകയും ചെയ്തിരിക്കുന്നത്. അത് താൽക്കാലികമായിട്ടാണെങ്കിലും കോൺഗ്രസിനകത്തെ ആ പിണക്കം, ശശി തരൂരുമായിട്ടുള്ള അഭിപ്രായ ഭിന്നത, ആ വെടി തൽക്കാലം നിർത്തിയിരിക്കുന്നു. ഈ കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിലെ കലാലയ അന്തരീക്ഷം പ്രക്ഷുബ്ധമാണ്. ആ പ്രക്ഷുബ്ധമാണെന്ന് പറയാനുണ്ടായ കാരണമെന്ന് പറയുന്നത് അവിടെ നടന്നിട്ടുള്ള പൈശാചികമായ ചില ക്രിമിനൽ സ്വഭാവമുള്ള വിദ്യാർത്ഥികളുടെ റാങ്കിങ് എന്ന പേരിൽ നടത്തിയ പേക്കൂത്തുകളാണ്. സ്വന്തം വിദ്യാലയത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ അതിക്രൂരമാംവിധം ഉപദ്രവിക്കുക, ആ ഉപദ്രവിക്കുന്നതിൽ അവർ സന്തോഷം ഉപദ്രവിക്കുന്നവർ സന്തോഷം കണ്ടെത്തുക, ആ
ഉപദ്രവമേൽക്കുന്ന വിദ്യാർത്ഥി നിലവിളിക്കുമ്പോൾ അതിൽ ആനന്ദം കണ്ടെത്തുക, അതിനോടനുബന്ധിച്ച് റെക്കോർഡുകൾ ഇട്ടുകൊണ്ട് പാട്ടുകൾ ഇട്ടുകൊണ്ട് ആനന്ദ നൃത്തം ചെയ്യുക. ഇത് മനുഷ്യൻ പൈശാചികമായ സ്വഭാവത്തിലേക്ക് മാറുമ്പോൾ, വളരെ വികലമായ സ്വഭാവത്തിലേക്ക് മാറുമ്പോൾ മാത്രം ഉണ്ടാകുന്ന കാര്യമാണ്. ഈ റാങ്കിങ്ങിൽ ഏർപ്പെടുത്തിയ കുട്ടികളെ അവരുടെ പശ്ചാത്തലം, ആ പശ്ചാത്തലത്തിൽ ക്രിമിനൽ സ്വഭാവമുണ്ടോ? ക്രിമിനൽ സ്വഭാവമുള്ള പശ്ചാത്തലത്തിൽ നിന്നാണോ ആ കുട്ടി വരുന്നത് എന്നെല്ലാം കണ്ടെത്തി അങ്ങനെയുള്ള കുട്ടികളെ ഏത് നിലയിലാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ഒരുപക്ഷെ വിദ്യാഭ്യാസ മാനുവൽ അത് ഇല്ലെങ്കിൽ തന്നെയും അതിന് പുതിയ മാനങ്ങൾ കണ്ടെത്തുകയും ഇത്തരം വിദ്യാർത്ഥികളെ പ്രത്യേകം നോട്ട് ചെയ്യുകയും അവരിൽ നിന്ന് മറ്റ് സഹപാഠികൾക്ക് ഉപദ്രവം ഉണ്ടാകാത്ത നിലയിൽ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കോളേജ് അധികൃതരും അവിടുത്തെ PTA-യും അധ്യാപകരും വിദ്യാർത്ഥി പ്രതിനിധികളും വിദ്യാർത്ഥി സംഘടനകളും അധ്യാപക സംഘടനകളും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കില്ല എന്ന് ഉറപ്പുവരുത്തണം. അല്ലാതെ അവരെ ബോധവൽക്കരിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അവരെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയത് കൊണ്ടോ കൊണ്ടൊന്നും ഇതിന് പരിഹാരം കാണുന്നില്ല. ഇതൊരു ക്രിമിനൽ സ്വഭാവമാണ്. വളരെ വികലവുമായ ക്രൂരവുമായ പൈശാചികമായ ഒരു ക്രിമിനൽ സ്വഭാവത്തിന്റെ ഉടമകൾക്ക് മാത്രമേ ഇത്തരം പ്രവർത്തികൾ ചെയ്യാൻ കഴിയും. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, അത് ദളിത് വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഈ ക്രൂര പ്രവൃത്തി ചെയ്തതാവട്ടെ ജൂനിയർ വിദ്യാർത്ഥികളായ ദളിത് വിദ്യാർത്ഥികളോട് ഈ ക്രൂരത ചെയ്തത് സീനിയർ വിദ്യാർത്ഥികളായ ദളിത് വിദ്യാർത്ഥികളാണ്. മാത്രമല്ല, കേരളത്തിൽ നൂറുകണക്കിന് ദളിത് സംഘടനകളുണ്ട്. ആ ദളിത് സംഘടനകളൊന്നും തന്നെയും ഈ പൈശാചികമായ പെരുമാറ്റത്തിനെതിരെ രംഗത്ത് വന്നിട്ടില്ല. എന്തിനും പ്രസ്താവനകൾ ഇറക്കുന്ന ദളിത് നേതാക്കൾ പോലും ഇതില് കാര്യക്ഷമമായി ഇടപെട്ടില്ല എന്നുള്ളത് വളരെ പരിതാപകരമാണ്. എന്തിനാണ് സർക്കാർ ഇത്രയും ദളിത് സംഘടനകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നത്? അപ്പൊ ചിലർക്ക് നേതാവാകണം, അതിന്റെ പേരിൽ ചില രാഷ്ട്രീയ പാർട്ടികളുമായി ചേർന്ന് നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സീറ്റുകൾ കിട്ടണം, പിന്നെ പണം പിരിക്കണം. ഇതെല്ലാം അല്ലാണ്ട് ഈ ദളിത് സംഘടനകളെ കൊണ്ട് എന്താണ് ദളിതർക്ക് പ്രയോജനം എന്നത് പഠിക്കേണ്ട വിഷയമാണ്. അത് ദളിതർ തന്നെ പഠിക്കേണ്ട വിഷയമാണ്. അവർക്ക് വേണ്ടി മറ്റാരെങ്കിലും പഠിക്കേണ്ട കാര്യമില്ല. ഇത്തരം ഒരു ക്രൂരമായ സംഭവം കേരളത്തിൽ നടന്നിട്ട് അത് ദളിത് വിദ്യാർത്ഥികളുടെ നേരെ ദളിത് വിദ്യാർത്ഥികളായ സീനിയർ വിദ്യാർത്ഥികൾ നടത്തിയ ഈ കിരാതമായ പ്രവർത്തനം, റാഗിംഗ് എന്ന പേരിട്ടുകൊണ്ട് നടത്തിയ ഈ കിരാതമായ പ്രവർത്തനം, അതിനെതിരെ ഒരു ദളിത് സംഘടനകളും കാര്യക്ഷമമായി മുന്നോട്ട് വന്നതായിട്ട് അറിവില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് അത് കോളേജ് അധികൃതരും അവിടുത്തെ അധ്യാപകര്, PTA രക്ഷകർത്ത സമിതികൾ, റാഗിംഗ് വിരുദ്ധ സമിതികൾ, റാഗിംഗ് വിരുദ്ധ സമിതിയിലെ ഒരു അംഗമാണ് ഈ റാഗിംഗ് നടത്തിയവരുടെ കൂട്ടത്തിൽ ഉണ്ടോ എന്ന് പറയുന്നു. പിന്നെ എന്തിനാണ് ഈ റാഗിംഗ് വിരുദ്ധ സമിതി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അപ്പൊ ഇതൊന്നും നിലവിൽ പരിഹാര മാർഗമല്ല. പരിഹാര മാർഗത്തിനായി വളരെ
ശാസ്ത്രീയ കാഴ്ചപ്പാടോടുകൂടി ദീർഘവീക്ഷണത്തോടുകൂടി ഒരു റാഗിംഗ് വിരുദ്ധ പരിപാടി ആവിഷ്കരിച്ച് അത് കർശനമായി നടപ്പാക്കി ഇനി അത് ആവർത്തിക്കാതിരിക്കുന്നതിന്, പ്രത്യേകിച്ചും പുതുതായി വരുന്ന വിദ്യാർത്ഥികളുടെ മേൽ ഇത്തരം നടപടികൾ ആവർത്തിക്കാതിരിക്കുന്നതിന് ഹോസ്റ്റലിലെല്ലാം തന്നെയും ഈ പുതിയ വിദ്യാർത്ഥികൾ താമസിക്കുന്ന റൂമിലെല്ലാം തന്നെയും അതിന് വേണ്ടപ്പെട്ടവർ വാർഡനായാലും അധ്യാപകരായാലും വിദ്യാർത്ഥി പ്രതിനിധികളായാലും അധ്യാപക പ്രതിനിധികളായാലും അവരുടെയൊക്കെ ശ്രദ്ധ ഈ പുതിയ വിദ്യാർത്ഥികൾ, 1ാം വർഷ വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റൽ മുറികളിൽ നിരന്തരം അവർ നിരീക്ഷിക്കണമെന്നാണ് ആ കാര്യത്തെക്കുറിച്ച് ഒരു നിർദ്ദേശമെന്ന നിലയിൽ മുന്നോട്ട് അറിയിക്കാനുള്ളത്. പിന്നെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ട്രെയിനുകളിൽ, തീവണ്ടികളിൽ നടന്നിട്ടുള്ള ചില അക്രമ സംഭവങ്ങളാണ്. ഈ അക്രമ സംഭവങ്ങളെല്ലാം നടത്തുന്നതാവട്ടെ നിരവധി കേസുകളിൽ ജയിലിൽ കിടന്നിട്ട് ജാമ്യത്തിൽ ഇറങ്ങുന്നവരാണ്, അല്ലെങ്കിൽ പരോളിൽ ഇറങ്ങുന്നവരാണ്. അക്കൂട്ടത്തിൽ കാപ്പ ചുമത്തി ജയിലടച്ച പ്രതികളുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു തീവണ്ടികളിൽ പ്രത്യേകിച്ചും സ്ത്രീകളുടെ മേൽ ഇത്തരം സംഭവങ്ങൾ, സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നത്? ഇത്തരം പ്രതികൾ, ഇത്തരം ആൾക്കാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവരെ നിരീക്ഷിക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും അതെല്ലാം കാര്യക്ഷമമല്ല എന്നുള്ളതിന് ഉദാഹരണങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തീവണ്ടികളിൽ സ്ത്രീകളുടെ മേൽ ഇത്തരം ജയിലിൽ നിന്നിറങ്ങിയ ജയിൽ പുള്ളികൾ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടത്. അതുകൊണ്ട് ജയിലിൽ നിന്ന് ഇറങ്ങുന്നവർ അവർ സ്ഥിരം കുറ്റവാളിയാണെങ്കിൽ, സ്ഥിരം ക്രിമിനലുകളാണെങ്കിൽ അവരുടെ മേൽ ഒരു നിരീക്ഷണം റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് മാത്രമല്ല, റെയിൽവേയിൽ പ്രവർത്തിക്കുന്ന കേരള പോലീസും കൂടെ ചേർന്ന് അതിന് ഒരു ടീമായിട്ട് ട്രെയിനുകളിൽ നിരീക്ഷണം ഏർപ്പെടുത്തുകയും ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന പ്രതികളുടെ അവരെങ്ങോട്ട് പോകുന്നു, ഏത് ട്രെയിനിൽ കയറുന്നു, ആ ട്രെയിനിലെല്ലാം പ്രത്യേകം നിരീക്ഷണം കേരള പോലീസിന്റെയും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെയും അതുപോലുള്ള മറ്റ് റെയിൽവേയിലെ മറ്റ് ജീവനക്കാരുടെയും എല്ലാം ശ്രദ്ധ, നിരീക്ഷണം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഈ അടുത്ത കാലത്തായി നടന്നിട്ടുള്ള അക്രമങ്ങൾ പലതും സ്ഥിരം കുറ്റവാളികളാണ് ചെയ്തിട്ടുള്ളത്. അവരെയെല്ലാം കയറൂരി വിടാതെ അവർ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ, അത് ജാമ്യത്തിലായാലും പരോളിലായാലും അവരെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക സംവിധാനം ഉണ്ടാക്കണമെന്നാണ് ഈ അവസരത്തിൽ നിർദ്ദേശിക്കാനുള്ളത്. കേരളത്തിൽ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഈ ക്ഷേമ പെൻഷനുകളെ കുറിച്ച്. ക്ഷേമ പെൻഷനുകൾ തൊഴിലാളികൾ, അത് നിർമ്മാണ തൊഴിലാളികളായാലും തയ്യൽ തൊഴിലാളികളായാലും അതുപോലുള്ള മറ്റ് മേഖലകളിൽ പണിയെടുത്തിരിക്കുന്ന തൊഴിലാളികളായാലും അവരുടെ വിഹിതങ്ങൾ അവർ കൃത്യമായി അടച്ചിട്ടുണ്ട്. അതെടുത്ത് തിരിമറി ചെയ്തതുകൊണ്ടാണ് അവർക്ക് ക്ഷേമ പെൻഷനുകൾ സമയത്ത് നൽകാൻ കഴിയാത്തത്. ക്ഷേമ പെൻഷനുകൾ സർക്കാരിന്റെ ഔദാര്യമാണെന്ന് വിശ്വസിക്കുന്ന വലിയ വിഭാഗം ഉദ്യോഗസ്ഥർ കേരളത്തിലുണ്ട്. അത് എങ്ങനെയാണ് സർക്കാരിന്റെ ഔദാര്യമാകുന്നത്? ഒരാൾ ഗർഭസ്ഥ ശിശു ആയിരിക്കുമ്പോൾ തന്നെ നികുതി അടയ്ക്കുന്നുണ്ട്, സർക്കാരിലേക്ക് നികുതി അടയ്ക്കുന്നുണ്ട്. ആ അമ്മ വാങ്ങുന്ന മരുന്നുകൾക്ക് കൊടുക്കുന്ന നികുതി, ആ അമ്മ വാങ്ങുന്ന ആഹാരങ്ങൾ കഴിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ പോഷകമുള്ള വസ്തുക്കൾ വാങ്ങുമ്പോൾ കൊടുക്കുന്ന നികുതികൾ,
അങ്ങനെ ഒരാൾ 60 വയസ്സ് വരെ ജീവിച്ചിരിക്കുമ്പോൾ 2 കോടിയിലധികം രൂപയാണ് അവർ ഒരു സാധാരണക്കാരൻ നികുതിയായി സർക്കാരിന് നൽകുന്നത്. അവന്റെ ആരോഗ്യമുള്ള സമയം മുഴുവൻ അത് പാടത്തായാലും മറ്റ് മേഖലകളിലായാലും പണിയെടുത്ത് ആ പണി എടുത്തത് കൊണ്ടാണ് അത് ചില ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിലെത്തുന്നത്. അതുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ ആഹാരം കഴിച്ച് ആരോഗ്യത്തോടെ ജീവിക്കുന്നത്. അപ്പൊ അതിനെല്ലാം നല്ല സമയത്ത്, ചെറുപ്പസമയത്ത്, ആരോഗ്യമുള്ള സമയത്ത് തൊഴിൽ ചെയ്യുന്നവർ 60 വയസ്സ് പിന്നിടുമ്പോൾ അവരുടെ ആരോഗ്യം ക്ഷയിക്കുകയും പഴയതുപോലെ ജോലി ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉളവാകുകയും പലരും കുടുംബത്തിൽ നിന്ന് തന്നെ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും അവർക്ക് നിരവധി രോഗങ്ങളുടെ പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അവർ ജീവിതം കഴിച്ചു കൂട്ടുന്നത്. അങ്ങനെയുള്ളവർക്ക് മരുന്ന് വാങ്ങുന്നതിന് വേണ്ടി അത്യാവശ്യം കഞ്ഞി കുടിച്ച് ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി കൊടുക്കുന്ന ക്ഷേമ പെൻഷനുകൾ, ആ ക്ഷേമ പെൻഷനുകൾ സമയത്ത് കൊടുക്കുന്നില്ല. അത് കുടിശ്ശികൾ മാസങ്ങളോളം കുടിശ്ശിക കിടക്കുന്നു. ഇവിടെ ഏതെങ്കിലും സർക്കാർ ജീവനക്കാരൻ അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാർക്ക് ഒരു 10 ദിവസം ശമ്പളം ശമ്പളം താമസിച്ച് കൊടുത്താൽ ഉണ്ടാകുന്ന കോലാഹലങ്ങൾ എന്താണെന്ന് അറിയാം. എന്തെല്ലാം കോലാഹലങ്ങളാണ് സർക്കാർ ജീവനക്കാരുണ്ടാക്കുന്നത്. അവിടെ ശമ്പളം 5 ദിവസം വേണ്ട, 2 ദിവസം താമസിച്ചാൽ മതി. അതെല്ലാം കൃത്യമായി കൊടുക്കുകയും അവർക്ക് ആനുകൂല്യങ്ങൾ വാരിക്കോരി കൊടുക്കുകയും അതുപോലെ തന്നെ ജനപ്രതിനിധികളുടെ അലവൻസുകൾ വർദ്ധിപ്പിക്കുകയും അവരുടെ മറ്റ് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നാടാണ് കേരളം. ഇവിടെ നിരവധി കോർപ്പറേഷനുകളുണ്ട്. വെള്ളാനകളെ പോലെയുള്ള നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങൾ. ആ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഏകദേശം 80ഓളം പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലാണ് പോകുന്നത്. അത് എന്തിനു വേണ്ടി നിലനിർത്തുന്നു എന്ന് ചോദിച്ചാൽ ചില രാഷ്ട്രീയ പാർട്ടികളെ കൂടെ നിർത്തുന്നതിന് വേണ്ടി അവർക്ക് കോർപ്പറേഷനുകളായാലും ബോർഡുകളായാലും വീതം വെച്ച് നൽകുന്നതിന് വേണ്ടി ജനങ്ങൾക്ക് ഗുണകരമായ പ്രയോജനങ്ങൾ ഒന്നും ഉണ്ടാവാത്ത എത്രയോ ബോർഡുകളും കോർപ്പറേഷനുകളാണ് വെള്ളാനങ്ങളെ പോലെ സർക്കാർ ഊട്ടി വളർത്തുന്നത്. അതുപോലുള്ള മറ്റ് സ്ഥാപനങ്ങൾ സഹകരണ മേഖലയിലായാലും അതുപോലുള്ള മേഖലകളിലായാലും ചില സ്ഥാപനങ്ങൾ, സഹകരണ മേഖലയാണെങ്കിൽ പ്രധാനമായിട്ട് കുമ്പിള് മുളയ്ക്കുന്നത് പോലെയാണ് സഹകരണ സ്ഥാപനങ്ങൾ, സഹകരണ സംഘങ്ങൾ മുളച്ചു വരുന്നത്. ഇതിന്റെ എല്ലാം പിന്നിലുള്ള ഉദ്ദേശം കള്ളപ്പണം വെളുപ്പിക്കുക എന്നുള്ളതാണ്. കള്ളപ്പണം ആരുടെ കൈവശമുണ്ടോ അവരെ അതെല്ലാം കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് അവരെയെല്ലാം പോയി കണ്ട് അവരുടെ കള്ളപ്പണം തങ്ങളുടെ സംഘത്തിൽ നിക്ഷേപിക്കുന്നതിന് വേണ്ടിയുള്ള പ്രയത്നം ചെലുത്തുക. അങ്ങനെ ആ കള്ളപ്പണം വെളുപ്പിക്കുന്നതിലുണ്ടായ കമ്മീഷനുകൾ, അതുപോലെ തന്നെ ചില പേപ്പർ സഹകരണ സംഘങ്ങൾ, ആ പേപ്പർ സഹകരണ സംഘങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് സഹകരണ സംഘങ്ങളിലെ ഭരണസമിതി അംഗങ്ങൾ തന്നെയാണ്. ആ പേപ്പർ സഹകരണ സംഘങ്ങൾക്ക് വായ്പ നൽകുക, അത് അവസാന കിട്ടാക്കടമായി മാറ്റിക്കൊണ്ട് റിസ്ക് ഫണ്ടിൽ നിന്നെടുത്ത് അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഓണം പോലുള്ള വിശേഷങ്ങൾ വരുമ്പോൾ റിബേറ്റ് അനുവദിച്ചുകൊണ്ട് സർക്കാരിൽ നിന്നും കിട്ടുന്ന പണങ്ങൾ പോക്കറ്റിലാക്കുക. പ്രത്യേകിച്ചും കൈത്തറി മേഖലകൾ എത്രയോ പതിറ്റാണ്ടുകളായി നടന്നു വരുന്ന കാര്യമാണ്. ഇതിനെല്ലാം പണം കൊടുക്കുന്നതിന് സർക്കാരിന് ഒരു വിഷമവുമില്ല. നേരത്തെ പറഞ്ഞ 60 വയസ്സ് കഴിഞ്ഞ നിരവധി രോഗങ്ങൾ പിടിപെട്ട് അവശത അനുഭവിക്കുന്ന വൃദ്ധജനങ്ങൾക്ക് കൊടുക്കുന്ന വയോജന പെൻഷൻ, ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷൻ, വിധവ പെൻഷൻ, വികലാംഗർക്കുള്ള പെൻഷൻ, അതെല്ലാം കൊടുക്കുക. അതും വെറും 1600 രൂപയാണ് കൊടുക്കുന്നത്.
അത് തന്നെ മാസങ്ങൾ കുടിശ്ശിക്കുന്നു, കൊടുക്കാതിരിക്കുന്നു. പ്രകടന പത്രികയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ 2500 രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ട് ആ ഭരണത്തിന്റെ കാലാവധി ഇനി 1.5 വർഷമായിരുന്നു. ഇതുവരെയായിട്ടും പെൻഷൻ വർദ്ധിപ്പിച്ചില്ല. മാത്രമല്ല, നിരവധി നിലനിൽക്കുന്ന പെൻഷൻ പോലും സമയത്ത് കൊടുക്കാൻ കഴിയുന്നില്ല. ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വന്നേ മതിയാവും. അത് ഏത് മുന്നണി ഭരിച്ചാലും ശരി, ഇതിന് മാറ്റം വരുത്തിയേ മതിയാവും. ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് ഭരണാധികാരികൾ നിലനിൽക്കേണ്ടത്, പ്രത്യേകിച്ചും പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും. ഇവിടെ കോർപ്പറേറ്റ് കമ്പനികളെ പോഷിപ്പിക്കുന്നതിന് വേണ്ടിയല്ല, സാധാരണക്കാരുടെ അവരോടൊപ്പമാണ് ഒരു ജനകീയ സർക്കാർ നിൽക്കേണ്ടത്. അത് ഇനിയും ഉണ്ടായി കണ്ടതായി അറിവില്ല. അതുകൊണ്ട് നിലവിലുള്ള സമീപനങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് സാധാരണക്കാരുടെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് അവനെ ഒരു താങ്ങായി ജനാധിപത്യ സർക്കാർ, ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ നിലകൊള്ളണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നത്തെ കണ്ണാടിയിലൂടെ എന്ന പരിപാടിയുടെ പൂർത്തിയാക്കുന്നു. നന്ദി, നമസ്കാരം.